ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക്. നമുക്ക് നല്ലൊരു കുഞ്ഞ് പിസ്സ ഉണ്ടാക്കിയാലോ. വളരെ എളുപ്പത്തിൽ വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ്. മൈദ മാവില്ല, ഗോതമ്പ് മാവ് ഒന്നും ഇല്ലാതെ, ഈസ്റ്റിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതെ എളുപ്പത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു പിസ്സയാണ്. അപ്പോൾ എന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എന്നാൽ ശരി, നമുക്ക് വീഡിയോ എന്താണെന്ന് പെട്ടെന്ന് തന്നെ കണ്ടു നോക്കാം. അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് പൊരി എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അതിനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് മാറ്റി കൊടുക്കാം. നല്ല ഫൈനായിട്ടൊന്ന് പൊടിച്ച് വരാം. നമുക്ക് ഈ പൊടിയെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട് പൊരി. ഇനി എത്രയാണോ നമ്മൾ പൊരി എടുത്തിട്ടുള്ളത് അത്ര തന്നെ റവ എടുക്കണം. പുറത്തതോ വറുക്കാത്തതോ ഏത് റവ ഇടലും എടുക്കാം. രണ്ടും തുല്യ അളവിലാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂണ് തൈര്, അധികം പുളിയില്ലാത്ത തൈരാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. 1.5 തൊട്ട് 2 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. ഇനി നമുക്ക് ഇതിനാവശ്യമുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത്രയും മതി. എന്നിട്ട് ആദ്യം 1 സ്പൂൺ വെച്ചിട്ട് മിക്സാക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഒരു കട്ടിയുള്ള ഡോ ആക്കിയിട്ട് മാറ്റണം. വെള്ളം ഒഴിക്കുമ്പോൾ സൂക്ഷിച്ചിട്ട് വേണം ഒഴിച്ച് കൊടുക്കാനായിട്ട്. വെള്ളം കൂടിപ്പോവരുത്. ഇനി നമുക്ക് ഇതിനെ കൈ വെച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴച്ചെടുക്കണം. ക്രാക്കൊന്നും വീഴാതെ വേണം ഒന്നിങ്ങനെ കുഴച്ചെടുക്കാൻ. ഇങ്ങനെ പിടിക്കുമ്പോൾ നമുക്ക് ചുറ്റിലും ക്രാക്കൊന്നും ഇല്ലാതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി. എന്നിട്ട് നമുക്ക് ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള ഒരു ഡോ ആക്കി എടുക്കാം. എന്നിട്ട് ബോൾ ആക്കിയതിന് ശേഷം കൈ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കണം. ഇതേപോലെ പൂരി വലുപ്പത്തിൽ, കുഞ്ഞി പൂരി ഉണ്ടാകുന്നില്ലേ, അതേപോലെ ഒന്ന് പരത്തിയെടുക്കണം. ഇതിൽ കാണുന്നത് പോലെ കൈ വെച്ചിട്ട് നൈസായിട്ട് ഒന്ന് പരത്തിയെടുത്താൽ മതി. ബാക്കിയുള്ളതെല്ലാം കൂടി എത്ര എണ്ണം വേണം നിങ്ങൾക്ക് അത്രയും ആക്കിയെടുക്കാം. 4 എണ്ണം ഞാൻ ഇങ്ങനെ ഒന്ന് കൈ കൊണ്ട് പ്രസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് ആവി കയറ്റണം. അതിനായിട്ട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന തട്ടുണ്ടല്ലോ, അതിലോട്ടാണ്, ഇടിയപ്പമൊക്കെ ഉണ്ടാക്കുന്ന സ്റ്റീമറിലോട്ടാണ് ഞാൻ മാറ്റി കൊടുത്തത്. ഇതിലോട്ട് അല്പം ഓയിൽ തടവിയിട്ടുണ്ടായിരുന്നു. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. 4 എണ്ണം ഇതിലോട്ട് ഇറക്കി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് നമുക്ക് ആവി കയറ്റിയെടുക്കണം. നമുക്ക് ആവശ്യമുള്ളത് ഒരു സവാളയുടെ പകുതിയാണ്. ഇത്രയും മതി. എന്നിട്ട് നമുക്കിത് ഇങ്ങനെ ഒന്ന് വീതിയിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. അധികം നേരാതാവാതെ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിതെല്ലാം കൂടി ഒന്ന് അടർത്തിയെടുക്കണം. ഇപ്പോൾ കാണുമ്പോൾ നല്ലൊരു മഷ്റൂമിൻ്റെ ലുക്ക് ഉണ്ടല്ലോ, ആ ഷേപ്പിൽ വേണം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് മഷ്റൂം ഇട്ട ഫീലും ആവും, കാണാൻ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ കട്ട് ചെയ്യുന്നത്. ഇതേപോലെ എല്ലാം കൂടി നമുക്ക് അടർത്തി ഒന്ന് എടുക്കണം. പാൻ വെച്ച് ചൂടാകുമ്പോഴത്തേക്ക് അതിലിട്ടോളൂ 1 സ്പൂണ് ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഓയിൽ ചൂടാകുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാള ഉണ്ടല്ലോ, അതൊന്ന് നമുക്ക് ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇതിലിപ്പോൾ ഞാൻ ഉപ്പൊന്നും ചേർക്കുന്നില്ല, വെറും സവാള മാത്രമാണ് ഒന്ന് വഴറ്റിയെടുക്കുന്നുള്ളത്. അപ്പോഴത്തേക്കും നമ്മുടെ സ്റ്റീം ചെയ്യാൻ വെച്ചിട്ടുള്ളതൊക്കെ റെഡി ആവുന്നുണ്ട്. ആ സമയം കൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഒന്ന് വാട്ടിയെടുത്താൽ മതി കേട്ടോ. അപ്പോൾ വളരെ പെട്ടെന്ന് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് സ്നാക്കായിട്ടോ ഒക്കെ കഴിക്കാം. ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ റെസിപ്പി ഇഷ്ടമായാലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ. എന്നാൽ ശരി, നമുക്ക് ഈ സവാള ഒന്ന് ഗോൾഡൻ കളറാകുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാള കറക്റ്റായിട്ടുണ്ട്. നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്തിട്ട് ഈ ഓയിലിൽ നിന്ന് ഇത് കോരി മാറ്റാം. അപ്പോഴത്തേക്കും നമ്മുടെ റവ എന്തായി നോക്കാം, കറക്റ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് മാറ്റാം. ഇതിൽ നിന്ന് നമ്മൾ സ്റ്റീമറിൽ നിന്ന് എടുത്തിട്ടുണ്ട്, ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഇതിന് മുകളിലോട്ട് നമുക്ക് അല്പം കെച്ചപ്പോ ഇല്ല പിസ്സ സോസോ ചേർക്കാം. ഞാനിപ്പോൾ കെച്ചപ്പാണ് ചേർക്കുന്നത്. ഇതാകുമ്പോൾ എല്ലാവരും കയ്യിലും കാണുമല്ലോ കെച്ചപ്പ്. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക കേട്ടോ. എല്ലാത്തിലും കൂടിയിട്ട് ഇട്ട് കൊടുക്കുക. തുല്യ അളവിൽ തന്നെ ഇട്ട് കൊടുക്കുക. 2 പാക്കറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ 4 എണ്ണത്തിലും മതിയാവും. ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തും ഇങ്ങനൊന്ന് സ്പ്രെഡാക്കി കൊടുക്കുക. ഇതേപോലെ സ്പ്രെഡാക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് ചതച്ച മുളക്, എരിവിനായിട്ട് കുറച്ച് ചതച്ച മുളക് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് ഇതിഷ്ടമില്ലെങ്കിൽ ഇതിന് പകരം പച്ചമുളക് ചേർത്താലും മതി. അത് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് വേണം ഒന്നിട്ട് കൊടുക്കാനായിട്ട്. എന്നിട്ട് കയ്യിൽ ഓറിഗാനോ ഉണ്ടെങ്കിൽ അതും കൂടി ഇങ്ങനെ ഒന്ന് കൊട്ടിക്കൊടുക്കുക.
ഫ്രൈ ചെയ്ത് എടുത്തിട്ടുള്ള സവാള ഉണ്ടല്ലോ, ഇതിന് മുകളിലോട്ട് ചുറ്റിലൊന്ന് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. തീർച്ചയായും ഇത് ഉണ്ടാക്കി നോക്കണം. മെയിനായിട്ട് വേണ്ടത് പൊരിയും റവയാണ്. എല്ലാവരും വീട്ടിലും കാണും. പിന്നെ സവാള എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ വെറൈറ്റി ആയിട്ടുള്ള ഒരു കുഞ്ഞ് പിസ്സ പോലെ ആക്കി എടുത്തിട്ടുള്ളത്. കാണാൻ ലുക്ക് അതാണ്, എന്നാൽ ടേസ്റ്റ് വ്യത്യാസവുമാണ്. അങ്ങനെ എല്ലാത്തിലും ഒരേപോലെ ഞാൻ സവാള വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മൊസറല്ല ചീസ്. ഇതില്ലേൽ നിങ്ങളുടെ കയ്യിൽ ഏത് ചീസാണ് ഉള്ളത് അത് വെച്ചെടുത്താലും മതി. ഇങ്ങനെ ഒന്ന് ആക്കിയതിന് ശേഷം എത്രത്തോളം ചീസ് ഇഷ്ടമാണോ അത്രയും വെച്ച് കൊടുക്കാം. അതേപോലെ 4ലും ഇപ്പോൾ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ സവാള വാട്ടിയിട്ടുള്ള പാൻ ഉണ്ടല്ലോ, അതേ പാനിൽ തന്നെ നമുക്കിതൊന്ന് വെച്ച് കൊടുത്തിട്ട് ഈ ചീസ് അലിയുന്നത് വരെ ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചീസ് മെൽറ്റാകുന്നത് വരും. ബാക്കിയെല്ലാം ഓൾറെഡി സ്റ്റീം ചെയ്യുമ്പോൾ തന്നെ ഇതൊക്കെ വെന്തതാണല്ലോ, അപ്പോൾ ഇത് വേവേണ്ട ആവശ്യമില്ല. ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മാത്രം മതി. അങ്ങനെ പാനിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലോട്ടായിട്ട് കുറച്ച് കറിവേപ്പിലയോ മല്ലിയിലയോ ഇതേപോലെ കുഞ്ഞായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാൻ കറിവേപ്പില പൊടിച്ചതാണ് ചേർക്കുന്നത്. ഇനി നമുക്ക് മൂടി വെച്ച് കൊടുത്തിട്ട് ചീസ് മെൽറ്റാകുന്നത് വരെ ഒന്ന് അരിച്ചെടുക്കാം. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ ഏകദേശം ചീസൊക്കെ മെൽറ്റായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിന് മുകളിലോട്ടായിട്ട് ഇച്ചിരി പെരി മസാല കയ്യിലുണ്ടെങ്കിൽ ചേർക്കാം. ഇതിന് പകരം മുളക് പൊടി ചേർത്താലും മതി. ഇതന്നെ ചേർക്കണമെന്നൊന്നുമില്ല. ഇത് ചേർത്താൽ കുറച്ചും കൂടി ടേസ്റ്റ് ആണെന്നേ ഉള്ളൂ. അത് 4ന് മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്നും കൂടി ചീസ് മെൽറ്റാക്കി എടുക്കുക. അത് നമുക്കൊരു മൂടി വെക്കാം, ഒരു 30 സെക്കൻഡ്. ഇത്രയും മതി. റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ പ്ലേറ്റിലോട്ട് മാറ്റി കൊടുക്കാം. കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ കുഴക്കേണ്ട. ഈസ്റ്റ് വേണ്ട, മൈദ വേണ്ട, ഒന്നും വേണ്ടത്. വളരെ പെട്ടെന്ന് തന്നെ നല്ല വെറൈറ്റി ആയിട്ടുള്ള സ്മോൾ പിസ്സ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തീർച്ചയായും ഇതൊന്ന് റെഡിയാക്കി നോക്കണം. തീർച്ചയായും ഇഷ്ടപ്പെടും. ഇഷ്ടമായാലും ലൈക്ക് തരാനും ഷെയർ ചെയ്യാനും മറക്കരുത്.